ഇവിടുത്തെ പൂജാരിയും പറഞ്ഞു ഇങ്ങനെ ഒരു ചടങ്ങുണ്ടെന്ന്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് 150 പെൺകുട്ടികളുടെ കാല് ആണുങ്ങൾ കഴുകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യം കുമിഞ്ഞു കൂടുന്ന പറയാറ്. അവിടെ അമ്പലത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാലൊന്ന് കഴുകിയേക്കും. പിന്നല്ലാതാരാ? ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുമല്ലോ, എല്ലാ പ്രമാണിമാരും. പിന്നെ അച്ഛനെന്താ ചെയ്ത? ഒരു പരിചയമില്ലാത്ത പെൺകുട്ടികളുടെ കാലൊക്കെ കഴിവെന്ന് പറഞ്ഞാൽ മോശമല്ലേ എനിക്ക്? അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം? അച്ഛന്റെ മനസ്സില് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? അച്ഛന്റെ ഭാര്യയെയും പെൺമക്കളെയും ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ? അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛന്റെ മോന് നല്ലൊരു ഭാവി വേണമെന്ന് ആഗ്രഹമില്ലേ? എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ കാല് കഴിയാനുണ്ടല്ലോ, അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്തല്ലേ പറ്റൂ. കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ. ഹലോ, മോള് പറഞ്ഞെന്തും ഞാൻ ചെയ്യില്ലേ മോളെ? ഞാൻ ചെയ്യാം, ഞാൻ ചെയ്തോ. എനിക്ക് വേണ്ടി ചെയ്യണ്ട, മനസ്സറിഞ്ഞ് ചെയ്യാമെങ്കിൽ ഫലം ഉറപ്പാ. ശരി മോളെ, എന്നാ അങ്ങനെ ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം. പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകട്ടെ. ആ ദീപയുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ പെൺപിള്ളേരുടെ കാല് കഴുകേണ്ടി വരുമല്ലോ എന്റെ ഭഗവാനെ. ഞാനിവിടെ എത്തിമോളെ ക്ഷേത്രത്തില്. അവിടെ ഉണ്ട് ആ കാട്ടാളൻ, കുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന രംഗം. അവിടെ അമ്മയ്ക്ക് കാണാൻ വേറൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. അതാരാ? അയാളുടെ രണ്ടാമത്തെ ഭാര്യ. ഇന്നും അമ്മയെ പോലെ ഒരു ആദ്യ ഭാര്യ ഉണ്ടെന്ന് അറിയാത്തൊരു പാവം അമ്മ. ദീപ എത്തി? അവിടെ എത്തി. എന്നോട് ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ വിളിച്ച് പറഞ്ഞത്. അയാള് ഞാനും തമ്മിൽ നല്ല സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റ് സാരി കൊടുത്ത ആ അമ്മ വന്നിരിക്കുന്നെ. എന്റെ അമ്മയെ പോലെ തന്നെ കല്യാണിയുടെ അമ്മയും നല്ല ഭംഗിയുള്ള കൂട്ടത്തിലാ. ഇനി ആളെ കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല. ഇനി രണ്ടുപേർക്കും കാണാം പ്രകാശനെ. പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്ന രംഗം. ശരി മോൾ. ശരവണ, അതൊന്ന് മൊബൈലിൽ പകർത്തണം. ശരി മാഡം. ശിരസ് മുതൽ പാദം വരെ ആരതി കുഴിയ? ഞാനോ? വേറെ ആരാ? അതിൽ ഓരോരുത്തരും പാദം വെച്ച് വേണം ഇരിക്കാൻ. പ്രാർത്ഥനയോടെ ഈ ഭൂമി അമ്മയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ആ അമ്മയുടെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട്, അത് പൊറുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാല് കഴുകിയിട്ട് ആ വെള്ളം കൊണ്ട് തന്റെ മുഖം കഴുകിക്കൊള്ളുക. അത് പ്രകാശന്റെ കൊടുക്കുക. ഇനി ആ ജലം കൊണ്ട് താൻ മുഖം കഴുകണം. ഇയാൾക്ക് എന്താ പറ്റിയത്? ഒരിക്കലും ഇയാൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതല്ലോ. എല്ലാം കഴിഞ്ഞല്ലേ? ഇത് നല്ലൊരു കാര്യം ചെയ്തല്ലേ? എന്തെങ്കിലും വാങ്ങി കഴിച്ചോ? പെൺകുട്ടികളെ തള്ളിക്കളഞ്ഞവൻ പെൺകുട്ടികളുടെ കാല് കഴുകുന്നത്. ഇനി അങ്ങനെ പല അത്ഭുതങ്ങളും നടക്കും. നടന്നല്ലേ പറ്റൂ. അയ്യോ, പരിചയക്കാരിയാണെന്ന് കരുതിയാ കൈവച്ചത്. എന്താ പേര്? ദീപ. ഇപ്പോഴിവിടെ ചടങ്ങ് നടന്നല്ലോ, പെൺകുട്ടികളുടെ കാല് കഴുകുന്ന ചടങ്ങ്. അതെന്തിനു വേണ്ടിയുള്ള ചടങ്ങ് അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് കാണുന്നത്. അയാളുടെ മക്കളുടെ കാലാണോ അയാൾ കഴുകിയത്? അയ്യോ അല്ല, അതിന്റെ ഭർത്താവ്. ഓ, പ്രകാശൻ എന്ന പേര്. എന്നിട്ട് അയാളൊന്ന് പോയല്ലോ. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. കാലുകൾ കണ്ടപ്പോ പെൺകുട്ടികളോട് വലിയ സ്നേഹമുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചു. അത് ലെവലേശം പോലും ഇല്ലാത്ത കൂടുതല. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചതുർത്ഥിയും. അങ്ങനെയുള്ളവരുടെ മുഖത്ത് ചാണകവെള്ളം കളിക്കാ വേണ്ടത്.
ചേച്ചി ഇവിടുന്ന ആ ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വരുന്നു ചെന്നൈന്ന്. ഇനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാവും. ഇടയ്ക്ക് കാണാം. ശരി. അയാൾ കാല് കഴുകുക മാത്രമില്ലല്ലോ, മുഖം കഴുകുകയും ചെയ്തല്ലോ. അതുപോലെ തന്നെ ഒരു സാധു സ്ത്രീയാ. എന്നെ പോലെ തന്നെ ആ മൃഗന്റെ സ്വഭാവം കാരണം ജീവിതം തരിശായതുകൊണ്ട് എനിക്ക് അവരോട് ഒരുപാട് സിമ്പതി തോന്നി. സാരമില്ല, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാം. അതൊരു നല്ല ഫാമിലിയാ. കല്യാണിയും കല്യാണിയുടെ ഭർത്താവും അവരുടെ ബന്ധുക്കളും ഒക്കെ വളരെ നല്ല ആൾക്കാരാണ്. ഇനിയുള്ള കാലം നമുക്ക് എല്ലാവർക്കും അടുത്തടുത്ത് തന്നെ താമസിക്കാം. ഇത് കേട്ട നല്ലതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവാർഡ് സമ്മാനിക്കുമ്പോ ഇതിട്ടാ മതി. ഉറപ്പിച്ചോ? ആ കൺഫേം ഉറപ്പിച്ചു. ഈ സാരി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലോ. അതല്ലേ ലക്ഷ്മി ഉത്രട്ടാതെയോ? അതാരാ? ആ അതാരാണെന്ന് ഞാൻ ചോദിച്ചത്. അയാൾ അയാളുടെയും വിക്രത്തിന്റെയും പേരിൽ അർച്ചന കഴിപ്പിക്കുന്ന കൂട്ടത്തില് ഒരു ലക്ഷ്മി ഉത്രട്ടാതിയുടെ പേരിലും അർച്ചന കഴിപ്പിക്കുന്നത് കണ്ടു. എന്റെ മോൻ കിട്ടാൻ പോകുന്നതാണോ? അതും പറയാൻ പറ്റത്തില്ല. അവര് വലയിൽ വീണോന്ന് അറിയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തായാലും 3 പെൺകുട്ടികളുടെ കാല് കഴുകി ആ വെള്ളം കൊണ്ട് അങ്ങയുടെ മുഖം കഴുകി. ഏതായാലും ആ കാഴ്ച കാണാൻ വലിയ രസമായിരുന്നു. കുറച്ചു കഴിയുമ്പോ അയാൾ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിക്കോളും. അയാളുടെ അവസാന കാലത്ത് ആൺകുട്ടികൾ ആരും കാണില്ല, പെൺകുട്ടികളെ കാണും. ലക്ഷ്മി ഉത്രട്ടാതി ആരാണെന്ന് കണ്ടുപിടിക്കണല്ലോ കല്യാണി. നല്ല കാര്യമാ. അതെങ്ങനെയാ നല്ല കാര്യമാവുന്നത്? അമ്പലങ്ങളിൽ ഇരിക്കുന്ന ദൈവങ്ങൾക്ക് അയാളെ പോലുള്ളവരെ കാണുന്നത് വെറുപ്പായിരിക്കും. നാളെ പോകുമല്ലേ, അതുകൊണ്ട് നാളെ ഇവിടുന്ന് പോവാം. ആ അതിനെപ്പറ്റി ഞാനും കിരണിനും ഇടയ്ക്ക് സംസാരിച്ചായിരുന്നു. നിങ്ങൾ എത്തിക്കൊള്ളാമേ? ശരി മോളെ. എന്താ പറഞ്ഞു? നമ്മൾ ഇന്നത്തെ ദിവസം അവിടെ താമസിക്കണമെന്ന് അമ്മ പറഞ്ഞു. നാളെ രാവിലെ അവിടുന്ന് പോവാന്ന്. അത് തന്നെയല്ലേ നമ്മൾ തീരുമാനിച്ചത്. എന്നാ പിന്നെ പെട്ടെന്ന് അറിയാം, നമുക്ക് പോകാം. പോകുമ്പോ കുഞ്ഞിനെ കൊണ്ടുപോകണ്ട കിരണേട്ടാ.